നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമര പോലീസ് പിടികൂടിയപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് ഭക്ഷണം വേണമെന്നാണ്. ചിക്കനും ചോറും വേണമെന്നാണ് കൊലക്കേസ് പ്രതിയുടെ ലോക്കപ്പിലെ ആവശ്യം. വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ആളാണ് പ്രതിയെന്നും അതിനാൽ അയാൾ വീട്ടിലേക്കെത്തുമെന്നും പോലീസിന് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഭക്ഷണം കഴിക്കാനായി വീടിന്റെ പരിസരത്തേക്ക് എത്തിയപ്പോഴായിരുന്നു ചെന്താമര കുടുങ്ങിയത്. ചെന്താമരയുടെ വീടിന് മുന്നിൽ പോലീസ് കാവലുണ്ടായിരുന്നു. അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ലായിരുന്നു. ഇനി ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. അയാളുടെ കയ്യിൽ ഒരു ചരട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് മുറിച്ചു മാറ്റി. വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും വേണമെന്നാണ് അയാൾ പറഞ്ഞത്. ആദ്യ കൊലപാതകത്തിൽ പ്രതിയെ പിടികൂടാൻ 4 ദിവസം എടുത്തു. ഇന്ന് ഞങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ പിടിച്ചു. അയാൾ ആരോഗ്യവാനാണ്. BP നോക്കി വിഷം കഴിച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ചു. നാട്ടുകാരും തിരച്ചിലിന് സഹായിച്ചിരുന്നു. പക്ഷേ രാത്രിയുള്ള തിരച്ചിലിന് നാട്ടുകാരുടെ സഹായം തേടിയില്ല. അവരുണ്ടായിരുന്നെങ്കിൽ അവനെ തല്ലിക്കൊന്നിട്ടാകും പോകുകയെന്നും ഡിവൈഎസ്പി പറഞ്ഞു. ചെന്താമരയെ പോലീസ് തിരച്ചിലിനൊടുവിൽ ഇന്നലെ രാത്രി പോത്തുണ്ടിയിൽ നിന്നാണ് പിടികൂടിയത്. നാട്ടുകാരും പോലീസും പലവട്ടം തിരച്ചിൽ നടത്തുന്നത് കണ്ടതായി നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമര പറഞ്ഞു. ഡ്രോൺ പറത്തുന്നതും പോലീസും നാട്ടുകാരും തിരയുന്നതും കണ്ടു. ഇതെല്ലാം കണ്ട് കാട്ടിനുള്ളിൽ പതുങ്ങിയിരുന്നുവെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു. ഭാര്യ, മകൾ, മരുമകൻ ഉൾപ്പെടെ 3 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും പ്രതി മൊഴി നൽകി. ഭാവവ്യത്യാസമില്ലാതെയാണ് പ്രതി പോലീസിനോട് കൊലപാതകങ്ങളെക്കുറിച്ച് വിവരിച്ചത്. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് സുധാകരനെ കൊലപ്പെടുത്താൻ കാരണം. തലേദിവസം സുധാകരനുമായി തർക്കമുണ്ടായി. തന്റെ ഭാര്യയെ കൊന്നതിനെ കാണിച്ചു തരാമെന്ന് സുധാകരൻ പറഞ്ഞു. ഇതോടെയാണ് സുധാകരനെ കൊല്ലാൻ തീരുമാനിച്ചത് എന്നും പ്രതിമൊഴി നൽകി. കൊലയ്ക്ക് ശേഷം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ചെന്താമര പോലീസിന്റെ വലയിലാകുന്നത്. തിരച്ചിൽ അവസാനിപ്പിച്ചെന്ന് വരുത്തി തീർത്ത പോലീസ് ബുദ്ധിയും പ്രതിയെ പിടിക്കാൻ വഴിയൊരുക്കി. രാത്രി 9:45 പോലീസ് തിരച്ചിൽ അവസാനിപ്പിച്ചെന്ന് കരുതി ഭക്ഷണം തേടി ചെന്താമര പോത്തുണ്ടി മലയിറങ്ങി. കുടുംബ വീട്ടിലെത്തി ഭക്ഷണവും കുറച്ചു ദിവസത്തേക്ക് ഭക്ഷണമുണ്ടാക്കി ഒളിവിൽ കഴിയാനുള്ള സാധനങ്ങളുമായി തിരികെ കാട് കയറാനായിരുന്നു ചെന്താമരയുടെ ലക്ഷ്യം. 2019 കൊലപാതകം നടത്തിയ ശേഷവും ഒളിവിൽ പോയ ചെന്താമര വിശന്നു വലഞ്ഞ് കുടുംബ വീട്ടിലെത്തിയപ്പോഴാണ് അന്നും പോലീസ് പിടികൂടിയത്. ഇക്കാര്യം അറിയാവുന്ന പോലീസ് പോത്തുണ്ടി മലയിൽ നിന്നുള്ള വഴികളിൽ കാത്തുനിന്നത് ചെന്താമര അറിഞ്ഞില്ല. വീടിന് സമീപത്തെ വയലിലൂടെ നടന്നു വരുമ്പോൾ പ്രതിയെ പോലീസ് പിടികൂടി. ഓടാനോ ഒളിക്കാനോ ഉള്ള പ്രതിരോധിക്കാനുമുള്ള ശേഷി വിശപ്പിന്റെ കാഠിന്യത്തിൽ ചെന്താമരയ്ക്കില്ലായിരുന്നു. 10:30 പ്രതി പിടിയിലായ വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നു. ഇതോടെ നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തി. പ്രതിയെ തങ്ങൾക്ക് വിട്ടു നൽകണമെന്നും തങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും ജനക്കൂട്ടം ആക്രോശിച്ചു. രോഷാകുലരായ നാട്ടുകാരെ പിരിച്ചുവിടാൻ പോലീസ് പടിപ്പെട്ടു. ജനക്കൂട്ടത്തെ നിയന്ത്രിച്ച ശേഷം പ്രതിയെ നെന്മാറ സ്റ്റേഷനിലെത്തിച്ചു. അപ്പോഴും ഒട്ടും കുറ്റബോധമില്ലാതെ ഭാവത്തിൽ തല ഉയർത്തി ചെന്താമര മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നു. സ്റ്റേഷനിലെത്തിയ പ്രതി ആദ്യം ആവശ്യപ്പെട്ടത് ഭക്ഷണം വേണമെന്നാണ്. 4 ഇഡലിയും ഓംപ്ലേറ്റും പോലീസ് വാങ്ങി നൽകി. തന്റെ ഭാര്യ അടക്കം 5 പേരെ കൊല്ലാനായിരുന്നു പദ്ധതിയെന്നും ഇനിയും 3 പേർ ബാക്കിയുണ്ടെന്നും കൂസലില്ലാതെ പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി. ചെന്താമരയെ തൂക്കിക്കൊല്ലാതെ ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്ന് അറസ്റ്റിന് ശേഷം കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പ്രതികരിച്ചു. ഇരട്ടക്കൊലയ്ക്ക് ശേഷം 36 മണിക്കൂർ ഒളിവിൽ കഴിഞ്ഞ ചെന്താമര ഒടുവിൽ വിശപ്പിന് മുന്നിൽ വീണുപോയെന്ന് പറയാം. വിശന്ന് വലഞ്ഞ് ഒളിത്താവളം വിടും വരെ പോലീസിനും പ്രതിയെ പിടികൂടാനായില്ല എന്നതും വരും ദിവസങ്ങളിൽ ചർച്ചയാകും. പോലീസിനേറെ നാണക്കേടുണ്ടാക്കിയ കേസിൽ പ്രതിയെ ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും. 5 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നും പോലീസ് ആവശ്യപ്പെടും. അതേസമയം നെന്മാറ ഇരട്ടക്കൊലപാതകം തടയുന്നതിൽ വീഴ്ച സംഭവിച്ചെന്ന പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഉത്തരമേഖല IGക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നെന്മാറ SHO മഹേന്ദ്രസിംഹനെ സസ്പെൻഡ് ചെയ്തു. പ്രതി ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും കോടതി അറിയിക്കാത്തതിന്റെ പേരിലാണ് നടപടി. നെന്മാറ പഞ്ചായത്തിലോ പോലീസ് സ്റ്റേഷൻ പരിധിയിലോ പ്രവേശിക്കാൻ അനുമതിയുണ്ടായിരുന്നില്ല. ഇത് ലംഘിച്ചാണ് ഇവിടെ താമസിച്ചത്. ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് SHO വിശദീകരിച്ചത്. സുധാകരനും മകളും പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതും ഗുരുതര വീഴ്ചയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.